ഓക്കെ, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു എഞ്ചിൻ ബ്രേക്കിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ബോസ് 1815 എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ നമുക്ക് വന്നേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ എഞ്ചിൻ ബ്രേക്കിൻ്റെ ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടൊരു ഇത് വന്നേക്കുന്നതാണ്. നമുക്കിതൊന്ന് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ BS6 വണ്ടിയാണ് ഇത് വന്നേക്കുന്നത്. BS4 വണ്ടി BS6 വണ്ടികളും നമ്മൾ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. നമ്മൾ നോർമലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൻജിൻ ബ്രേക്ക് എന്ന് പറയുന്നൊരു സിസ്റ്റം വരുന്നുണ്ട് നമുക്ക് വണ്ടികളിലെല്ലാം. നോർമൽ നമുക്ക് 2 ടൈപ്പ് ബ്രേക്ക് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ വീലിൽ വരുന്ന ലൈനർ സിസ്റ്റം വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നൊരു സിസ്റ്റം വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വണ്ടികളിലെല്ലാം വണ്ടികളിലും വരുന്നുണ്ട് എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു അസംബ്ലി യൂണിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ വർക്കിങ്ങും പ്രിൻസിപ്പിളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മുടെ എൻജിൻ ബ്രേക്കിൻ്റെ സ്വിച്ചായിട്ട് വരുന്നത്. ഈ സ്വിച്ച് നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഈ സ്വിച്ച് ഓൺ എന്ന പൊസിഷനിൽ നമ്മൾ നിലവിൽ BS4 വണ്ടികളിൽ ബ്രേക്ക് കൊടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തായിരുന്നു എൻജിൻ ബ്രേക്ക് വർക്ക് ആയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ BS6 സിസ്റ്റം വരുന്നതിൽ എൻജിൻ ബ്രേക്ക് ഇടുന്ന സമയത്ത് ബ്രേക്കിലാണുള്ള ഇത് നമ്മൾ പെഡലിലല്ല കൊടുക്കുന്നത്, ആക്സിലേറ്റർ കൊടുത്തിട്ട്, അതായത് നമ്മളിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുന്നു, ആക്സിലേറ്റർ കൊടുത്തിട്ട് തിരിച്ച് റിട്ടേൺ വരുന്ന സമയത്ത് എൻജിൻ ബ്രേക്ക് സിസ്റ്റം വർക്കാവുകയാണ്. അതുകൂടാതെ നമ്മൾ സ്വിച്ച് ഓഫ് പൊസിഷനിലാണെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ ആക്സിലേറ്റർ റേസ് ചെയ്യുന്ന സമയത്ത് നോർമൽ റേസിങ്ങിൽ പോവുകയും ചെയ്യും. അന്നേരം എൻജിൻ ബ്രേക്ക് നമുക്ക് ആപ്ലിക്കബിൾ ആകത്തുമില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ഹൈ റേഞ്ച് ഏരിയകളിലായിരിക്കും ഇതിൻ്റെ യൂസേജും കാര്യങ്ങളും എല്ലാം വരുന്നത്.